സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൈപ്പക്കയും മാങ്ങയും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. അതിന് ആദ്യം കൈപ്പക്ക ചെറുതായി മുറിച്ചെടുക്കണം. മാങ്ങയും അതുപോലെ ചെറുതായി മുറിച്ചെടുക്കണം. ഞാനെടുത്തത് ഒരു പകുതി കൈപ്പക്കയും പകുതി മാങ്ങയുമാണ്. ഇനി ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയും കൈപ്പക്കയും ഇട്ട ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് 3 ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇത് രണ്ടും നല്ലതുപോലെ വെന്ത് കിട്ടണം. നല്ല പുളിയുള്ള മാങ്ങയാണ് ഇടേണ്ടത്. കൈപ്പക്ക ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത്. കൈപ്പക്ക കഴിക്കുന്നത് കൊണ്ട് അധിക പേർക്കും ഇഷ്ടമാവില്ല. പക്ഷേ നമ്മൾ വെക്കേണ്ട രീതിയിൽ വെച്ച് നോക്കൂ, നല്ല സ്വാദാണ്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഉടച്ചെടുക്കണം. മാങ്ങയും കൈപ്പക്കയും വേർതിരിയുന്ന രീതിയിൽ ആവരുത്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ നല്ലതുപോലെ അരച്ചൊഴിക്കാം. നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒന്ന് തിളച്ച് വരണം. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് വേറെ ജീരകമോ ഒന്നും അരക്കാതെ ഉണ്ടാക്കുന്നതാണ് സ്വാദ് കൂടുതൽ. ഒന്ന് തിളച്ച് വരുന്നത് കറി പുളിച്ചു പോവാതിരിക്കാനാണ്. തിളച്ചു വന്ന ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വറുത്തിടാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 നുള്ളി കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 3-4 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നിങ്ങളും മറക്കാതെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.